നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയുള്ളത്. നമുക്കറിയാം, പ്രീ സീസണിൽ അവർ മികച്ച രൂപത്തിലുള്ള പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലെ തങ്ങളുടെ ആദ്യത്തെ സൈനിങ് അവർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഡാനി ഒൽമോയെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു സ്പാനിഷ് താരമായ നിക്കോ വില്യംസിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. പകരം കിങ്സ്ലി കോമാനെ ബാഴ്സലോണ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും FC ബാഴ്സലോണയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ ഹൂൾസ് കൂണ്ടെ തൻ്റെ ക്ലബിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തെ നമ്പർ 1 ക്ലബ്ബ് അത് ബാഴ്സലോണയാണ് എന്നാണ് കൂണ്ടെ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂണ്ടെയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് വളരെ സ്പെഷ്യലായ ഒരു കാര്യമാണ്. കാരണം ലോകത്തെ നമ്പർ 1 ക്ലബ്ബ് അത് ബാഴ്സലോണയാണ്. ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റേഡിയം ആയിക്കൊണ്ട് ഞാൻ പരിഗണിക്കുന്നത് ക്യാമ്പ് നൗവിനെയാണ്. അവിടെ കളിക്കുന്നത് വളരെയധികം സ്പെഷ്യലാണ്. മാത്രമല്ല, ഞാൻ ഇവിടെയൊക്കെ എത്താൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഹൂൾസ് കൂണ്ടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നു ബാഴ്സലോണ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പരിശീലകനായ ചാവിക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായതും. പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്കിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനം വരുന്ന സീസണിൽ അവർ പുറത്തെടുക്കും എന്നാണ് ക്ലബ്ബ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.